ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജീവ് സാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. അതെ, എന്റെ കാര്യമാകുമ്പോ വഴി കാണില്ല. നിങ്ങളാരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല കേട്ടോ, എന്റെ വിധിയാ. എനിക്ക് വന്ന വിധി ഇങ്ങനെയായി പോയി. സഹിക്ക, അല്ലാതെ മറ്റൊരു വഴി എനിക്കില്ലല്ലോ. ഷാരി, എന്തായാലും കൊറേയൊക്കെ ഞാൻ നോക്കും. എന്നിട്ടും ഒന്നും നടന്നില്ലെങ്കിൽ ആർക്കും ഒരു ഭാര്യയായിട്ട് ഞാൻ നിൽക്കില്ല. എങ്ങോട്ടെങ്കിലും ഞാൻ ഇറങ്ങിപ്പോവും. ചേച്ചി എടി ചേച്ചി ഷാൽ, എന്താ അമ്മ, എന്തിനാ ചേച്ചി നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നേ? അതുകൊണ്ട് ചേച്ചിക്ക് എന്ത് ഗുണമാ കിട്ടുന്നേ? എനിക്കറിയില്ല എന്തൊക്കെയാന്ന്. ഇതിപ്പോ നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണോ? വിളിച്ചാലാണെങ്കിൽ രാജീവ് സാർ ഒന്ന് ഫോൺ പോലും എടുക്കുന്നില്ല. ചിലപ്പോ തിരക്കുണ്ടാവും, എന്നാലും ഫ്രീ ആകുമ്പോ ഒന്ന് തിരിച്ചു വിളിക്കോ? അതുമില്ല. എടി, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർക്കിടയിലുണ്ട്. അതൊന്നും അറിയാതെ നമ്മൾ എങ്ങനെയാ ഒരു അഭിപ്രായം പറയുന്നേ? ഓ, വരുന്നൊക്കെ വരുന്ന പോലെ വരട്ടെ. ശാരദയുടെ പെൺമക്കളല്ലേ, എല്ലാം നേരിടാനുള്ള കരുത്ത് ഈശ്വരൻ കൊടുക്കട്ടെ. മോളെ, നീ നിന്റെ കാര്യത്തിൽ ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാവൂ. ജീവിതമാ മോളെ, അതേത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള അറിവും വിദ്യാഭ്യാസവും ഒക്കെ നിനക്കുണ്ട്. സ്വയം തീരുമാനിക്ക് എന്തു വേണമെന്ന്. അച്ഛനിപ്പം വരത്തില്ലേ മോളെ? ഇപ്പൊ വരൂ അച്ഛാ, ഒന്ന് ക്ഷമി. ക്ഷമിയോ? ആ, ക്ഷമിക്കാൻ. ഓ, അങ്ങനെ. ദേ മുഴുവനും കുടിക്കണം, ചൂടാറണ്ട. ഓ, ആയിക്കോട്ടെ. അല്ല, എന്റെ മക്കളെ ആരാ ചാടാൻ പഠിപ്പിച്ചേ? അതൊക്കെ എനിക്ക് നേരത്തെ അറിയാം, ശാരദമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചതാ. മധുരോ കടുപ്പോ എല്ലാം കേറ് കൃത്യം. ശാരദാമ്മയുടെ കൈപുണ്യം അതുപോലെ കിട്ടിയിട്ടുണ്ട്. ദേ അച്ഛൻ വന്നല്ലോ. അച്ഛനും പിള്ളച്ചേട്ടൻ എപ്പോഴാ വന്നേ? ഞാനും അച്ചാച്ചനും കൂടി അച്ഛൻ വന്നത്. അത് ശരി. അപ്പൊ നിങ്ങള് സ്കൂളിൽ ചെന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ, സ്കൂളിൽ ചെന്നാ ഞാനല്ലടാ, നിന്റെ അമ്മയാ. എന്ത്, നിനക്ക് വിശ്വാസമായില്ലേ? എടാ, ഭാമയപ്പ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടേ എനിക്ക് തന്നെ വിശ്വാസമാവുന്നില്ലെന്നേ. ഭാമനാണോ ഈ കാണിക്കുന്നെന്നും പറയുന്നൊക്കെ? സത്യാമ്മ സ്കൂളിൽ വന്നിരുന്ന അച്ഛാ, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു തന്നു. ദേ ഈ വളയും മാലയും കമ്മലും ഈ ക്ലിപ്പും ഒക്കെ സത്യാമ്മ വാങ്ങിച്ചു തന്നതാ. പിന്നെ ഈ ഉടുപ്പും വാങ്ങിച്ചു തന്നു. പിന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നല്ലോ. ഇന്ന് തന്നെ. ഞാനിത് എന്തൊക്കെ കേക്കണച്ച? എടാ, ഏതോ ലോകത്തിലാ അവള്, സ്വപ്ന ലോകത്തിലേ.